ഹായ്. വിവാഹ ജീവിതത്തിൽ മാനസികമായ അടുപ്പം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദമ്പതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധവും. പക്ഷെ വിവാഹത്തിന് ശേഷവും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ പറ്റാത്ത ഒരുപാട് ദമ്പതികളുണ്ട്. പലപ്പോഴും ഈ കാര്യം ആരോട് തുറന്നു പറയാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് സെക്സോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ബിജോ സാം എബ്രഹാം സാറാണ്. വെൽക്കം സാർ. താങ്ക് യു. സർ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിവാഹത്തിന് ശേഷവും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദമ്പതികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? മോൻ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ റിലവൻ്റ് ആണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ മീഡിയാസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സെക്സിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ChatGPT, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാവരുടെയും വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ വളരെ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അൺകൺസുമേറ്റഡ് മാരേജ് എന്ന് പറയുന്ന ആ അസുഖം പണ്ട് ഏകദേശം 2 മുതൽ 5% വരെയായിരുന്ന അസുഖം ഇന്ന് ഏകദേശം 8 മുതൽ 17% വരെ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അത് ശരിക്കും ഇത്രയും നമ്മുടെ കാലഘട്ടം മാറി, നമുക്ക് സെക്സിനെ കുറിച്ചുള്ള അവബോധങ്ങൾ മാറി, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങളൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടി. പക്ഷെ എന്നിട്ടും ഇത്രയും ലൈംഗികമായിട്ടുള്ള നോളജ്, സെക്ഷൽ നോളജ് വന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ കൂടുന്നു എന്നുള്ളത് ശരിക്കും അറിയില്ല. കാരണം ഇപ്പോഴും എനിക്ക് തോന്നിയൊരു റീസൺ, ഇത്രയൊക്കെ നമുക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവുകളില്ല. സെക്ഷൽ എഡ്യൂക്കേഷൻ ഇന്നും നമ്മുടെ സ്കൂളുകളിലോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒന്നും കൊടുക്കുന്നില്ല. പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ സംസാരിക്കുകയും നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള അവബോധങ്ങൾ കൂടുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ അത്ഭുതകരമായ ഒരു ശതമാനം വളരെയധികം കൂടുന്നത്. അതായത് 2 മുതൽ 5% വരെ നിന്നത് ഇന്ന് ഏകദേശം 17 മുതൽ അല്ലെങ്കിൽ 8 മുതൽ 25% വരെ വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അതൊരു അതിശയിപ്പിക്കുന്ന കണക്കാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർ, അപ്പൊ ഈ അവസ്ഥയ്ക്ക് സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? മെന്റൽ കണ്ടീഷൻസ് ഇതിനൊരു കാരണമാവില്ലേ? സ്ത്രീക്ക് ഈ അവസ്ഥയ്ക്ക് സ്ത്രീക്കും പുരുഷനും കോമൺ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ മോൻ പറഞ്ഞ പോലെ മെന്റൽ ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവർക്കും ഇത് വരാറുണ്ട്. നമുക്ക് ആദ്യം ഇത് കോമൺ ആയിട്ടുള്ള കാരണങ്ങളും പിന്നെ സ്ത്രീക്കും പുരുഷനും മാത്രമായിട്ടുള്ള കാരണങ്ങളും നമുക്ക് പരിശോധിക്കാം. സ്ത്രീക്കും പുരുഷനും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാരണങ്ങൾ അത് ഈ പലപ്പോഴും മെന്റൽ ഡിസീസ് അല്ലെങ്കിൽ കുറച്ചൊരു മെന്റൽ കമ്പോണന്റും അതിന് കാണും. അതായത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഫോബിയാസ്, അത് കൂടുതലും നമ്മൾ കാണുന്ന സ്ത്രീകൾക്കാണ്. അതായത് സെക്സിനെ കുറിച്ചുള്ള ഭയം. പലപ്പോഴും ഈ സെക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്സ്വൽ എഡ്യൂക്കേഷൻ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് സെക്സിനെ കുറിച്ച് ബയോളജിയൊക്കെ നമ്മൾ പഠിച്ചവർക്ക്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അറിയാം. ബയോളജിയൊക്കെ നമ്മൾ പലപ്പോഴും ജെനറ്റൈൽ, അതായത് ഈ സ്ത്രീ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ വരുമ്പോഴേ ആൾക്കാർക്ക് ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അതെപ്പോഴും ഒരു ടാബു പോലെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിനിമയെ കണ്ട കഥകൾ, അങ്ങനെയുള്ളതായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഭയം വരും. അല്ലെ ആരെങ്കിലും ഒരു കൂട്ടുകാരി വന്നൊരു കഥ പറഞ്ഞു, അന്ന് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് കേൾക്കുമ്പോൾ ആ ഉള്ള ഭയം, ഫോബിയാസ് വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചില പെൺകുട്ടികൾ സെക്ഷൽ അസോൾട്ട്, അവരുടെ ചെറുപ്രായത്തിൽ എപ്പോഴേലും ഒരു സെക്ഷൽ അസോൾട്ടോ അല്ലെങ്കിൽ റേപ്പിനോ അങ്ങനെ എന്തെങ്കിലും വിധേയരായിട്ടുള്ളവർക്ക് ഒരു ഭയം വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ സെക്സിനോടൊരു ഭയം വന്നിട്ട് അവർ സെക്സ് അവോയ്ഡ് ചെയ്യും. അത് വൺ ഓഫ് ദ മെയിൻ റീസൺ ഓഫ് അൺകൺസുമേറ്റഡ് മാരേജ് ആണ്. പുരുഷന്മാർക്കും നമ്മളിത് കാണാറുണ്ട്. കാരണം അവർക്കും വളരെ റെയറായിട്ടാണെങ്കിലും പുരുഷന്മാരും ഈ മാസ്റ്റർബേഷന്റെ സമയത്തുള്ള വേദനയോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ വേദന വരികയോ അല്ലെങ്കിൽ അവർക്കും ഏതെങ്കിലും ചെറുപ്പകാലത്ത് അവർക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സെക്ഷൽ എന്തെങ്കിലും അസോൾട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള ഫോബിയാസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ലാക്ക് ഓഫ് നോളജ്, സെക്സിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, സെക്സ് എങ്ങനെയാണ്, സെക്സ് ഏത് രീതിയിലാണ് എന്നുള്ള അറിവില്ലായ്മ 2 പേർക്കും കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് പലപ്പോഴും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും കാലങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം വർദ്ധിച്ചിട്ടും ഇതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് ഈ പ്രോസസ്സ് എങ്ങനെ പോകണം, ഫോർപ്ലേയിൽ ഇതിനുള്ള ഇമ്പോർട്ടൻസ്, അതിനുള്ളൊരു എവിഡൻസ് ആണ് നമ്മൾ കിട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നും ഈ 2026 ഉണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം കോയിറ്റസ് മാത്രമാണ് സെക്സ് എന്ന് വിചാരിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. സെക്സിന് ഫോർപ്ലേയിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, എത്ര നേരം ഫോർപ്ലേ വേണം, സെക്സ് എന്ന് പറയുന്നത് വെറും ഒരു ആക്ട് മാത്രമാണോ, അതിന് റൊമാൻസിനുള്ള ഇമ്പോർട്ടൻസ്, അതിന് നമ്മൾ അതിലോട്ടൊരു പ്രേമം കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതി, അതിനെക്കുറിച്ചൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. അൺകൺസുമേറ്റഡ് മാരേജസ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് പലപ്പോഴും അവർക്ക് ഒരു ലാക്ക് ഓഫ് നോളജ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇവർ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഇങ്ങനെയുള്ള കേസുകളിൽ
ചിലർ വളരെ റയറായിട്ടാണെങ്കിലും ചിലപ്പം കുറവായിരിക്കും. അവർ തമ്മിൽ ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ആദ്യം ഫോബിയ, പിന്നെ ലാക്ക് ഓഫ് നോളജ്, അവരുടെ ഓർഗൻസിനെ കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മ, എങ്ങനെയാണ് സെക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസ്, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പിന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന കാര്യം. സ്ത്രീകളിൽ നമ്മൾ പുരുഷന്മാരിലോട്ട് വന്നാൽ, പുരുഷന്മാരിൽ സാധാരണഗതിയിൽ നമ്മൾ അൺകൺസുമേറ്റഡ് മാരേജസ് കൂടുതലായിട്ട് കാണുന്ന കേസുകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റീസണാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്, പ്രിമച്ചർ ഇജാക്കുലേഷൻ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലന. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ്. നമ്മുടെ പെനിസിന് രക്തയോട്ടം, സെക്സിലോട്ട് നമ്മൾ വരുന്നു, ഫോർപ്ലേ കഴിയുന്നു, രക്തയോട്ടം വന്നു, അത് നിലനിൽക്കുന്നില്ല, പെട്ടെന്ന് ഉദ്ധാരണം നശിച്ചു പോകുന്നു. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവിടെയും ഒരു മെന്റൽ കമ്പോണന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ജോലി. അതിനകത്തൊരു മെന്റൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ അത് കൗൺസിൽ ചെയ്ത് മാറ്റണം. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു പലപ്പോഴും എറക്ടൈൽ ഡിസ്ഫങ്ഷന് പലപ്പോഴും നമ്മൾ കാണുന്നത് പെർഫോമൻസ് ആൻസൈറ്റി കൂടുതലായിട്ടുള്ളവർക്കാണ്. അതായത് പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ആണ്. നമ്മളൊരു ഹസ്ബൻഡും വൈഫും ഒരു റൊമാൻറ്റിക് മൂഡിൽ എത്തുന്നു, അത് നമ്മൾ സെക്സ് ആണ് സിമ്പിളി പറഞ്ഞത്. അപ്പം നമ്മളവിടെ നമ്മൾ ആക്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു ആക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുള്ളിൽ വന്നിട്ട്, അവർക്ക് പെർഫോമൻസ് ആൻസൈറ്റി വന്നിട്ട് അവരത് ചെയ്യാതിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അവരുടെ പ്രീവിയസ് സെക്ഷൽ എന്തെങ്കിലും അവർക്കുണ്ടായ സെക്ഷൽ ഇൻസൾട്ട് മൂലം ചിലപ്പോൾ അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള മെന്റൽ കമ്പോണന്റ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. അല്ല, അവർക്ക് മെന്റൽ കമ്പോണന്റ് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേറെ എന്തെങ്കിലും ഓർഗാനിക് കോസസ് ഉണ്ടോ, അവരെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, അവർക്ക് സ്ഥിരമായിട്ട് നമ്മുടെ പുരുഷ ഹോർമോണിന്റെ അളവ് കുറയാൻ സാധ്യതയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, അവർ സ്ട്രെസ്ഫുൾ ആണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. അതേപോലെ അവരുടെ ടൊബാക്കോ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, അവരുടെ ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രിമച്ചർ ഇജാക്കുലേഷനും ഇതുപോലെ തന്നെ, അവരുടെ പ്രീവിയസ് സെക്ഷൽ ഹിസ്റ്ററി, ഇവർക്ക് എപ്പോഴേലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, പോൺ അഡിക്ഷൻ ഉണ്ടോ. പോൺ അഡിക്ഷൻ വൺ ഓഫ് ദ മെയിൻ കോസസ് ഓഫ് പ്രിമച്ചർ ഇജാക്കുലേഷൻ ആണ്. അപ്പം ഈ പോൺ അഡിക്ഷന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം ഈ പോണിനോടാണ് കൂടുതൽ അട്രാക്ഷൻ. നമ്മുടെ ഡോപ്പമിനിക് സർജ് എപ്പോഴും പോൺ കാണുമ്പോഴേ വരത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഈ സെക്ഷൽ ആക്ട് ചെയ്യാൻ താല്പര്യം കുറവായിരിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽ സെക്ഷൽ ഹിസ്റ്ററി എടുക്കുക, അതിനുശേഷം ഇതിനകത്ത് ഏതാണ് കോസ് എന്ന് കണ്ടുപിടിക്കുക. പുരുഷന്മാർ സാധാരണ കാണുന്ന ഈ രണ്ട് കോസസ് ആണ്, പ്രിമച്ചർ ഇജാക്കുലേഷനും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനുമാണ് നമ്മൾ പുരുഷന്മാർ കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ അവരുടെ ഒരു കൾച്ചറൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. സ്ത്രീകളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന വൺ ഓഫ് ദ റീസൺ വജൈനിസ്മസ് എന്ന് പറയും. അതായത് അവർക്ക് ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് ഒരു ഭയങ്കരമായിട്ട് അവിടെ വേദന വന്നിട്ട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ ചിലപ്പോൾ ഈ ഫോബിയയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഭയത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രീവിയസ് സെക്സിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സെക്ഷൽ അനുഭവം കൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ ആ മസിൽസ് ചിലപ്പോൾ ഈ ഒരു പേടിയോ അങ്ങനെ ഒന്നും അല്ലാതെ തന്നെ അവരുടെ മസിൽസ് ചിലപ്പോൾ അവിടെ ടൈറ്റ് ആയിരിക്കാം. അതായത് ഒരു ഓർഗാനിക് കോസ് ശരിക്കും അവർക്ക് കാണും. അവർക്ക് ഭയമോ അങ്ങനെയുള്ളതല്ല, അവർക്ക് ശരിക്കും ഒരു ഓർഗാനിക് കോസ് കാണും. അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് വജൈനിസ്മസ് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഏറ്റവും കുറച്ച് സമയം എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. നമ്മളത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് കൗൺസിലിംഗ് ആവശ്യമാണ്. അവരുടെ കണ്ടീഷൻ എന്താണ്, ഈ ഫോബിയ ആണോ അല്ലെങ്കിൽ അവർക്ക് ശരിക്കുള്ള ഭയമാണോ എന്നുള്ളത് നമ്മൾ വേർതിരിക്കണം. നമ്മൾ അതിന് പരിശോധിക്കണം. പരിശോധന സമയത്ത് അവരുടെ സിവിയറിറ്റി നോക്കണം. അവരുടെ വജൈനിസ്മസ് എത്രത്തോളം അവർക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ സിവിയറിറ്റിയാണ്. അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ നമ്മളോട് പറയുന്നത്, ഡോക്ടറെ ഹസ്ബൻഡും ഞാനും തമ്മിൽ ഒരു വജൈനിസ്മസ് കേസുകളിൽ ഒരു ഹസ്ബൻഡും ഞാനും തമ്മിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഹസ്ബൻഡിന് പൂർണ്ണ തോതിൽ ഇറക്ഷൻ വന്നു, ഞങ്ങൾ ഫോർപ്ലേ ചെയ്തു, ഫോർപ്ലേ ആക്റ്റീവായിട്ട് ചെയ്തു, ഞങ്ങൾ 10-20 മിനിറ്റ് ഫോർപ്ലേ ചെയ്തു, ഞങ്ങൾ ഹസ്ബൻഡിന് പൂർണ്ണ തോതിൽ ഇറക്ഷൻ വരുന്നു, പക്ഷെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് ഭയമാണ്, എനിക്ക് ഇറങ്ങി ഓടിപ്പോകാൻ തോന്നുന്നു. അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ പേഷ്യന്റിനെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യും. നമ്മൾ ഒരു ഫീമെയിൽ ബൈസ്റ്റാൻഡറിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റ് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അവര് ചില കേസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കും, അവര് സ്കാനിങ്ങിന് വിധേയരാവാൻ സമ്മതിക്കുന്നുണ്ടോ. സ്കാനിങ്ങിന് അവർ ഒട്ടും വിധേയരാവാൻ സമ്മതിക്കുന്നില്ല, നമ്മൾ ചെറിയ ഇയർബഡ് വെച്ച് അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റാഫിന്റെ ഹെൽപ്പ്, ഫീമെയിൽ സ്റ്റാഫിന്റെ ഹെൽപ്പോടെ നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് ഇൻട്രോയിറ്റസിന്റെ അവിടെ തൊട്ട് നോക്കും. ചില പേഷ്യൻസിന് അത് മതി, ഇൻട്രോയിറ്റസിന്റെ അവിടെ തൊടുമ്പോഴേ അവർ ഇറങ്ങി ഓടും. അത് ശരിക്കും സിവിയർ വജൈനിസ്മസ് ആണ്, അവരുടെ ആ മസിൽസ് കൺട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്, ഏത് ഡിഗ്രി ഓഫ് സിവിയറിറ്റി ആണെന്ന് നോക്കിയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കാര്യം ലാക്ക് ഓഫ് സെക്ഷൽ ഡിസയർ, സെക്സിനോട് പൊതുവേ താല്പര്യക്കുറവ്. അങ്ങനെ ഉള്ള സ്ത്രീയും പുരുഷന്മാരും ഉണ്ടെങ്കിൽ അത്
ഒന്ന് അവർ സെക്സിനോട് അവർക്ക് ഈ പെർഫോമൻസ് ആങ്സൈറ്റി വന്നിട്ടുണ്ടായ സെക്ഷൽ ഡിസയർ, ലാക്ക് ഓഫ് സെക്ഷൽ, അതായത് അവർക്ക് പെർഫോമൻസ് ചെയ്യണം അല്ലെങ്കിൽ ഈ സെക്സ് പെർഫോം ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു താല്പര്യം ശരിയാവാഞ്ഞിട്ട് വന്ന സെക്ഷൽ ഡിസയർ ആണ്, സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞതാണോ, അതോ അവർ പണ്ട് ആക്റ്റീവായിട്ട് സെക്സിൽ ഇൻവോൾവ് ചെയ്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർക്ക് സെക്സിനോട് താല്പര്യം കുറഞ്ഞതാണോ, അങ്ങനെ ഈ കണ്ടീഷൻസിനെ നമ്മൾ വേർതിരിക്കാം. പലരും ഈ ഒരു അവസ്ഥ തുറന്നു പറയാൻ മടിക്കാറുണ്ട്. സത്യത്തിൽ ഇതിനൊരു ട്രീറ്റ്മെന്റ് ആവശ്യമല്ലേ? കൗൺസിലിങ്ങും തെറാപ്പിയും ഇതിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നൊന്ന് പറയാൻ പറ്റും? മുൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഇതിനെക്കുറിച്ച് കപ്പിൾസ് നമ്മളോട് വന്ന് സംസാരിക്കുന്ന വളരെ റെയറാണ്. പലപ്പോഴും ഇത് കാണുന്നത് നമ്മൾ 10-15 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നവരെ കണ്ടിട്ടുണ്ട്, 7-8 വർഷം കഴിഞ്ഞ് വന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലർ 3 മാസം 2 മാസം കഴിഞ്ഞ് വരുന്നവരും ഉണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പലർക്കും മടിയാണ്. പലപ്പോഴും അവർക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് യൂസ്ഡ് ആയി കാണും. അവരുടെ പേരൻസിന്റെ നിർബന്ധം മൂലമോ അല്ലെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് പലരും വരുന്നത്. കാരണം അവർ ഇതിനോടങ്ങ് യൂസ്ഡ് ആയി എങ്ങനെയൊരു കുഞ്ഞു മതി. പലപ്പോഴും ഇത് വരുന്നത് എങ്ങനെയാണെന്നറിയോ? പലപ്പോഴും ഇത് വരുന്നത് അവർക്കൊരു കുഞ്ഞിന് വേണ്ടിയാണ് വരുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു കുഞ്ഞ് വേണം, അപ്പം ഡോക്ടറെ ഞങ്ങൾ IVF ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് കാര്യമായ കുഴപ്പങ്ങളില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട്? അപ്പം ഞങ്ങൾക്ക് സെക്സ് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ IVF ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെയാണ് പലരും വരുന്നത്. പിന്നെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരോട് പറഞ്ഞാണ് അതിലോട്ട് ഈ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. കാരണം IVF എടുത്താൽ ഒരു കുഞ്ഞാവും. സെക്സ് ഇല്ലാതെ തന്നെ ഇന്നത്തെ കാലത്ത് IVF പോലുള്ള ചികിത്സകളിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് തൊലിപ്പുറത്തുള്ള ചികിത്സ എന്ന് പറയും. കാരണം ഈ കുഞ്ഞുണ്ടായി കുഞ്ഞിനൊരു 3-4 വർഷം കഴിയുമ്പം പിന്നെ നിങ്ങളുടെ ലൈഫ് ബാക്കി നിൽക്കുകയാണ്. അപ്പം സെക്സ് ഇല്ലാതെ കുറെ കഴിയുമ്പോൾ ഈ സ്ട്രെസ് എല്ലാം കൂടെ എടുത്തെടുത്ത് ഈ മനസ്സിൽ ഇതെല്ലാം കൂടെ കിടന്ന് അത് അവസാനം പെട്ടെന്നൊരു ദിവസം നമ്മൾ പൊട്ടിത്തെറിയും. അപ്പം പക്ഷെ ഇതൊരു ട്രീറ്റബിൾ കണ്ടീഷൻ ആണ് എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനോട് യൂസ്ഡ് ആണ്, ഫാമിലിയിൽ നിന്ന് പ്രഷർ വരുന്നത്, എങ്ങനെ ഒരു കുഞ്ഞ് വേണം, കുഞ്ഞുണ്ടാവണം, അങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. അതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പക്ഷെ ഇത് ശരിയാക്കണം, അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ശരിയാക്കണം, എനിക്കിത് ശരിയാക്കിയിട്ട് മതി ഒരു കുഞ്ഞ് എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു കുഞ്ഞ് എങ്ങനെയും മതി എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. ഇത് ട്രീറ്റബിൾ ആണ്. ഇത് ഒരു സംശയമില്ലാതെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡിന്റെ കേസസും ട്രീറ്റ് ചെയ്യാൻ പറ്റും, വൈഫിന്റെ കേസസും ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡിനെ നമ്മൾ ആദ്യം കാണുന്നത് എറക്ടൈൽ ഡിസ്ഫങ്ഷനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിമച്ചുർ ഇജാക്കുലേഷനും. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിനകത്തൊരു മെന്റൽ കമ്പോണന്റ് ഉണ്ടോ, അവർക്കൊരു പെർഫോമൻസ് ആൻസൈറ്റി മൂലം വന്ന ഇതാണോ, അവർക്ക് സെക്സിനെ കുറിച്ച് എത്രത്തോളം അവബോധമുണ്ട്, അവർക്ക് സെക്ഷൽ നോളജ് എത്രത്തോളം ഉണ്ട്, അവർക്ക് ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർക്ക് അറിയാമോ, സെക്സില് റൊമാൻസിനുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് കൗൺസിലിങ്ങും തെറാപ്പീസും ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഇതിന്റെ ഈ അൺകൺസുമേറ്റഡ് മാരേജിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മൾ എത്രത്തോളം സമയം പേഷ്യന്റിനോട് സംസാരിക്കുന്നു, അവരോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം ഏറ്റവും പ്രധാനം. നമുക്ക് പെട്ടെന്ന് ഒരു ബിസി OPD ഇവരെ കണ്ടുവിടാൻ പറ്റില്ല. നമുക്ക് ഒരു മിനിമം ഒരു 20-25 മിനിറ്റ് ഇവരുടെ കൂടെ നമ്മൾ ഒരു ഒറ്റ സെഷൻ നമ്മൾ ഇരിക്കേണ്ടി വരും. 20-25 മിനിറ്റ്സ് തന്നെ കുറവാണ്. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ വരെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. കാരണം അത്രയും തെറാപ്പീസ് ഇവർക്ക് ആവശ്യമായിരിക്കും. ഇവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ലെവലിലുള്ള തെറാപ്പീസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും പ്രിമച്ചുർ ഇജാക്കുലേഷനും മരുന്നുകൾ അവൈലബിൾ ആണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ PDE5 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ മരുന്നുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ഇൻട്രാ കവർണോസൽ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ വാക്വം പമ്പിംഗ് ഇന്ന് അവൈലബിൾ ആണ്. പ്രിമച്ചുർ ഇജാക്കുലേഷനും മരുന്നുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പേഷ്യന്റ് കൊണ്ടുപോകണം. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളവരെ കാണുന്നവർക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാണാം. അവരുടെ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർക്ക് അറിയില്ലായിരിക്കാം. ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബ്സ് ആയിരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഫ്റ്റ്വെയറും ഡോക്ടർ എല്ലാ ലെവലിലും നൈറ്റ് ഓൺ കോൾ ഡ്യൂട്ടീസും ഡോക്ടേഴ്സിലും എല്ലാം. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ നമ്മൾ ഇത് ചെയ്യുന്ന കാര്യം, നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് സൊസൈറ്റിയിൽ ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നൈറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഹൈ സ്ട്രെസ്ഫുൾ ജോബ്സ് എടുക്കുന്നവർക്കാണ് നമ്മളിത് കൂടുതലായിട്ട്, നേഴ്സസ്, അങ്ങനെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ജോബ്സ് എടുക്കുന്നവർക്കാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളവർക്ക്. അപ്പം ഇതെല്ലാം അവരുടെ സ്ലീപ്പ് ഹിസ്റ്ററി തൊട്ട് നമ്മൾ തുടങ്ങണം. ഉറക്കം ശരിയാണോ, എക്സസൈസ് ശരിയാണോ, ഡയറ്ററി ഹാബിറ്റ്സ് ശരിയാണോ, അവർക്കൊരു പ്രോപ്പർ ഡയറ്റ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ വൈറ്റമിൻസ് അവരെത്രത്തോളം എടുക്കുന്നു, ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് അതിനെല്ലാം നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ടി വരും. പുരുഷന്മാരുടെ കാര്യത്തിൽ ഈ അവരുടെ ഉറക്കം, പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾ ഉറക്കം ശരിയാക്കണം, നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കണം, നിങ്ങൾ ഒരു ടൈം ഇതിനു വേണ്ടി കണ്ടെത്തണം, നിങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് ഇതുപോയി ഒന്ന് നിങ്ങളൊന്ന് ഇന്നോവേറ്റ് ചെയ്യാൻ നോക്കണം, നിങ്ങൾ ആ ഉള്ള ഇതിൽ നിന്നൊന്നും മാറി. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആ ഉള്ള സറൗണ്ടിങ്ങിൽ നിന്ന് ഒന്ന് മാറി നിങ്ങൾ രണ്ടുപേരും തന്നെ ഒന്ന് പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല പേഷ്യൻസിനും അത് ശരിയായി വരുന്നത് കാണാറുണ്ട്.
അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റും എല്ലാം നമ്മൾ നോക്കും. അതേപോലെ പുരുഷന്മാരിൽ ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വജൈനിസ്മസ് കണ്ടീഷൻ ആണെങ്കിൽ അതിന് ഒരു സൈക്കോളജിക്കൽ കമ്പോണന്റ് ആണെങ്കിൽ തെറാപ്പീസും കൗൺസിലിങ്ങും കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷേ തെറാപ്പീസും കൗൺസിലിങ്ങും കഴിഞ്ഞ് നമുക്ക് ഡയലേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇന്ന് ആമസോണിലൊക്കെ ഡയലേറ്റേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ട് മെറ്റാലിക് ഡയലേറ്റേഴ്സ് ഒക്കെയാണ്. സിലിക്കൺ ഡയലേറ്റേഴ്സിനേക്കാളും നല്ലത് സോഫ്റ്റ് ഡയലേറ്റേഴ്സ് ആണ്. സോഫ്റ്റ് ഡയലേറ്റേഴ്സ് നമ്മൾ എടുത്ത് അത് നമ്മൾ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ വജൈനിസ്മസിന് പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യം, ഇവർക്ക് ഈ സെക്ഷൽ അനാറ്റമിയെ കുറിച്ച് അവർക്കൊരു പൂർണ്ണ തോതിൽ അറിയത്തില്ലായിരിക്കും. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അവർക്ക് ആ ഓർഗൻ, ആ ഏരിയ അവർക്ക് പേടിയാണ്. അത് എന്താണ്, ഏതാണ്, വൾവ ഏതാണ്, വജൈന ഏതാണ്, ക്ലൈറ്റോറിസ് ഏതാണ്, അതിനെക്കുറിച്ച് അവർക്കൊരു ബോധം കാണിക്കും. നമ്മൾ ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊരു പരിധി വരെ പടം വെച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ അവരോട് നമ്മൾ പറയും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഒരു മിറർ നിങ്ങളുടെ ബെഡ്റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ഈ മിററിൽ നിങ്ങൾ രണ്ടുപേരും കണ്ട് അത് ഏതൊക്കെ ഏരിയ ആണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി, എവിടാണ് നിങ്ങൾക്ക് സെൻസേഷൻ വരുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യാൻ പറയും. പലപ്പോഴും അത് പേഷ്യൻസിന് സഹായകരമായിട്ടുള്ളത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ തെറാപ്പീസും ഡയലേറ്റേഴ്സും ഇതും വെച്ചത് ശരിയായി വന്ന് ആദ്യം നമ്മൾ പറയുന്നത് വജൈനിസ്മസ്, നമ്മൾ ആദ്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ് വെച്ച് നമ്മൾ OP വെച്ച് തന്നെ നോക്കും. എന്നിട്ട് അവരോട് പറയും, അവരുടെ ചെറിയ ഫിംഗർ വെച്ച് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അല്ലെങ്കിൽ ഈ ഓർഗൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ പറയും. പിന്നെ ഇത് വെച്ച് ശരിയാവുന്നില്ലെങ്കിൽ, അത് വെച്ച് ശരിയാവുന്നുണ്ടെങ്കിൽ പതുക്കെ വലിയ ഡയലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറയും. ഇതുകൊണ്ട് ശരിയാവുകയാണെങ്കിൽ, ഡയലേറ്റേഴ്സും ഇതുകൊണ്ടെല്ലാം ശരിയാവുകയാണെങ്കിൽ മിക്കപ്പോഴും അവർക്ക് നോർമൽ പെനിട്രേഷൻ അവർക്ക് സാധ്യമാകും. ഫോർപ്ലൈക്ക് ശേഷം നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ ലൂബ്രിക്കൻസിന്റെയും ഇതിന്റെ ഹെൽപ്പോടുകൂടി അവർക്ക് നോർമൽ പെനിട്രേഷൻ സാധ്യമാവേണ്ടതാണ്. പക്ഷേ ചില പേഷ്യൻസിന് ഇതൊന്നും കൊണ്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അതിൽ കൂടിയ ചികിത്സകൾ വജൈനിസ്മസിന് എടുക്കേണ്ടി വരാം. അതിൽ പ്രധാനപ്പെട്ട ചികിത്സയാണ് നമ്മൾ നോക്കണം. അവിടെ അവർക്ക് അതിനെ ചിലപ്പം ഒരു പക്ഷേ നമുക്ക് ബൊട്ടോസ് ഇഞ്ചക്ഷൻ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ DAGങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബൊട്ടോസ് ഇഞ്ചക്ഷൻ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ബൊട്ടോസ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം ആ ഏരിയയിലെ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യും. അത് ഒരു പക്ഷേ ചിലപ്പം പേഷ്യന്റിന് ലോക്കൽ അനസ്തീഷ്യയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇഞ്ചക്ഷനുള്ളൂ. ചിലർക്ക് അവിടെ ഭയങ്കര പേടിയായതുകൊണ്ട് ചിലപ്പം ജനറൽ അനസ്തീഷ്യ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ചിലർക്ക് അവിടെ ഭയങ്കര ഭയമായതുകൊണ്ട്, ഭയം വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ആണ്, ലോക്കൽ അനസ്തീഷ്യയിൽ നമ്മൾ ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ കൊടുത്താൽ ആ ഏരിയ ഒന്ന് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. ആ ഏരിയ റിലാക്സ്ഡ് ആവും, മസിൽസ് ഒന്ന് ലാക്സ് ആവും. അപ്പൊ അവർക്ക് നോർമൽ സെക്ഷൽ പെനട്രേഷനെ സഹായിക്കും. അത് മാത്രമല്ല, ആ ഇഞ്ചക്ഷൻ മിനിമം 6 മാസം to 1 year അതിന്റെ ആക്ഷനുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് ഒറ്റ ഇഞ്ചക്ഷനോടുകൂടി അവരുടെ ഈ പ്രശ്നം മാറും, അവർക്ക് നോർമൽ സെക്സ് പോസിബിളോ, അവർ അതോടുകൂടി ലൈഫ് മുന്നോട്ട് പോകും. ചിലർക്ക് ചിലപ്പം ഇതും അല്ലാതെ, ഈ ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ അല്ലാതെ അവരുടെ മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതായത് അത് അവരുടെ കുറ്റമല്ല, അവർക്ക് ഈ ഫോബിയോ ഇതൊന്നും അല്ല, അവരുടെ ആ മസിൽസ് ടൈറ്റ് ആണ്. ഹൈമൻ ഭയങ്കര ഇംപെർഫറേറ്റ് ഹൈമൻ എന്ന് പറയും. ഹൈമൻ ഭയങ്കര ടഫായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കേസുകളിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് മൈനർ സർജറി വേണ്ടി വരാം. നമ്മൾ ആ ഹൈമൻ ഒന്ന് റിലാക്സ് ആക്കി, ആ മസിൽസ് ഒന്ന് റിലാക്സ് ആക്കി കൊടുക്കുമ്പം അവർക്ക് ഒരുപാട് സഹായകരമായി. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ലാക്ക് ഓഫ് സെക്ഷുവൽ ഡിസയർ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാക്ക് ഓഫ് സെക്ഷുവൽ ഡിസയർ ഹസ്ബൻഡിനാണോ വൈഫിനാണോ എന്ന് കണ്ട് അതിന് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ആൻസൈറ്റി വന്നിട്ടുള്ളതാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ചിലർക്ക് അവരുടെ പുരുഷ ഹോർമോണിന്റെ ലെവൽ കുറവായിരിക്കും, ചിലർക്ക് സ്ത്രീ ഹോർമോണിന്റെ ലെവൽ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഹോർമോൺ അടങ്ങിയ, അതായത് പുരുഷ ഹോർമോണിന്റെ മെഡിസിൻസ് അങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ല, ചിലപ്പോൾ നമ്മൾ വേറെ ചില മെഡിസിൻസ്, ഡിസയർ കൂട്ടാനുള്ള മെഡിസിൻസ് ആഡ് ചെയ്യുന്നത് സഹായകരമായിരിക്കും. സാർ, അപ്പം കപ്പിൾസ് തമ്മിലുള്ള സപ്പോർട്ട് ഈ ഒരു കണ്ടീഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ 3 പേഷ്യൻസിന്റെ ഒരു കേസ് വെച്ച് പറഞ്ഞ. ഫസ്റ്റ് പേഷ്യന്റ്, അവര് കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 4 മാസമായി. അവർക്ക് അവർക്ക് സെക്സിനോട് താല്പര്യമുണ്ട്, വൈഫിന് താല്പര്യമുണ്ട്, ഹസ്ബൻഡിന് താല്പര്യമുണ്ട്. പക്ഷെ ഹസ്ബൻഡിന് ഉദ്ധാരണക്കുറവാണ്. അപ്പൊ അവര് എൻ്റെ അടുത്ത് വന്നു, നമ്മുടെ അടുത്ത് വന്നു. നമ്മൾ പരിശോധനകളിൽ നമുക്ക് മനസ്സിലായ ഹസ്ബൻഡിന് ഉദ്ധാരണക്കുറവാണ്. അപ്പം പക്ഷെ ഹസ്ബൻഡിന് അത് ഒരു പെർഫോമൻസ് ആൻസൈറ്റിയും കൂടെ ഉണ്ട്. ഹസ്ബൻഡിന് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നുള്ള പേടിയുണ്ട്. ഹസ്ബൻഡിന് ഒരു ചില സെക്സിനോട് കുറച്ച് പൊതുവേ താല്പര്യം കുറവാണ്. അങ്ങനെയെല്ലാം വന്നു. പക്ഷെ ഇതൊക്കെ കറക്റ്റബിൾ കണ്ടീഷൻസ് ആണ്. പക്ഷെ വൈഫിന് ഇത് ഇന്നോ നാളെയോ, അതായത് പെട്ടെന്ന് ശരിയാവുകയാണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് വൈഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അറിയാൻ കഴിഞ്ഞ് അവർ ഡിവോഴ്സായി. രണ്ടാമത്തെ ഒരു കേസ്, അവർക്ക് കല്യാണം കഴിഞ്ഞു, ഏകദേശം 4 വർഷം 5 വർഷമായി. അവർക്ക് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ തമ്മിൽ ഹാപ്പിയാണ്. അവർക്ക് ഒരാളുടെ ജോലി ചെയ്യുന്നു, മറ്റേയാളുടെ ജോലി ചെയ്യുന്നു. അവർക്കൊരു കുഞ്ഞ് വേണം. വീട്ടിൽ നിന്ന് ഭയങ്കര ഫാമിലി പ്രഷർ.
അവർക്കല്ലാതെ അവർ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല, അവർക്ക് ഒരുമിച്ച് പോകണം, അത് നിർബന്ധമാണ്. പക്ഷെ അവർക്ക് സെക്സിനോട് താല്പര്യം, സെക്സ് ഇത് ശരിയാക്കണ്ട, ഇത് ശരിയാക്കണ്ട ഡോക്ടർ, നമുക്കിത് ശരിയാക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്കൊരു കുഞ്ഞു മതി. അങ്ങനെ നമ്മളെയും കൂടെ അവർ നിർബന്ധിച്ച് അവർ IVF പോലുള്ള ചികിത്സകളെടുത്ത് കുഞ്ഞായിട്ട് അവരിപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അത് തൊലിപ്പുറത്തുള്ള ചികിത്സയാണ്. മൂന്നാമത്തെ ഒരു കേസ്, കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വൈഫിന് ഞാൻ നേരത്തെ പറഞ്ഞ വജൈനിസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഹസ്ബൻഡിന് യാതൊരുവിധ പ്രോബ്ലങ്ങളും ഇല്ല. പക്ഷെ ഈ പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഡോക്ടറെ എനിക്ക് കുട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ സെക്സ് ശരിയാവണം. അങ്ങനെ പറഞ്ഞ കേസിന് അവർക്ക് ഒരു 6-7 മാസം എടുത്തു ട്രീറ്റ്മെന്റ്. പക്ഷെ 6-7 മാസം കൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് എടുത്തു, അവരുടെ സെക്സ് ശരിയായി. 2ാമത്തെ മാസം അവർക്ക് പ്രഗ്നൻസി കിട്ടി. അപ്പം അതിനകത്തുണ്ട് എല്ലാ ആൻസറും. പരസ്പരം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, പരസ്പരം നിങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ധൈര്യം, പരസ്പരം അത് ശരിയാവണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ശരിയാവും. പക്ഷെ ഇവിടെ നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു? നമുക്ക് കുഞ്ഞിനാണോ ഇമ്പോർട്ടൻറ്റ്? കുഞ്ഞുങ്ങൾ വേണ്ടാന്നല്ല, ഉറപ്പായിട്ട് ഫാമിലി പ്രഷർ വരും. പക്ഷെ ഇവിടെ ഫാമിലി പ്രഷർ വരുമ്പോൾ ഉടനെ നിങ്ങൾ ഡൈവേർജ് ചെയ്ത് സെക്സിൽ നിന്ന് മാറുക എന്നുള്ളതല്ല. കാരണം സെക്സ് എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാണെന്നും ഒരു സ്ട്രെസ് ബസ്റ്റർ ആണെന്നും ഒക്കെ ഇറ്റ് ഈസ് പ്രൂവൺ. അതുകൊണ്ടാണല്ലോ ആൾക്കാർ എത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആൾക്കാർ സെക്സിന് വേണ്ടി പോകുന്ന നമ്മൾ അതും കാണാറുണ്ട്. അപ്പം സെക്സ് എന്ന് പറയുന്ന ഒരു അനുഭൂതിയാണ്. അത് ശരിയാക്കണം, അത് ലൈഫിൽ അത് വരണം, എന്നാലേ ഞങ്ങളുടെ ലൈഫ് പൂർണ്ണമാവൂ എന്നുള്ളത് ഹസ്ബൻഡും വൈഫും ഒരുപോലെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ചികിത്സയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പലപ്പോഴും ഇതിന് പരിഹാരം കാണുന്ന ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ കുഞ്ഞാവുമ്പോൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് 3-4 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെതായ ഒരു ലോകത്തിലെത്തും. അപ്പോഴും നിങ്ങൾ പിന്നെയും തന്നാവും. അപ്പോഴും ഈ പ്രോബ്ലം ശരിയാക്കാതിരിക്കുമ്പോൾ ഈ പ്രോബ്ലം പിന്നെ അതിന്റെ സങ്കീർണത കൂടി വരുവാണ്. സോ ആദ്യം ഇത് ശരിയാക്കണം, ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇത് അഡ്രസ് ചെയ്യപ്പെടണം. അതാണ് ആദ്യം. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്നും ഇത് സംസാരിക്കപ്പെടേണ്ടതാണെന്നും ഇതിനകത്ത് ആൾക്കാരെയോ നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കാതെ നമ്മൾ അതിനുവേണ്ടി അഡ്രസ് ചെയ്ത് അത് ശരിയാക്കണം എന്നൊരു ഉറച്ച ചിന്തയോടുകൂടി വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇന്നിപ്പം കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നൊരു പുതിയ ഇത് തന്നെ ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പല ചികിത്സകൾ, ഞാൻ ഈ പറഞ്ഞ കൂടാതെ ലേസർ തെറാപ്പീസ്, അങ്ങനെ പല ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റിന് യാതൊരുവിധ കുറവുമില്ല. പക്ഷെ നമ്മളത് അഡ്രസ് ചെയ്യാനും നമ്മൾ പരസ്പരം കൊടുക്കുന്ന സപ്പോർട്ടുമാണ് ഏറ്റവും പ്രധാനം. സാർ, നമ്മുടെ സൊസൈറ്റിയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? കൺസുമേറ്റഡ് മാരേജ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരൊരു കല്യാണ ജീവിതത്തിലോട്ട് വരുന്നു, പക്ഷെ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ വേണം, നമ്മുടെ ഹാപ്പിനെസ് അതെല്ലാം ആണെങ്കിലും സെക്സും അതിന്റെ ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പേഷ്യൻസ് ഇത് അഡ്രസ് ചെയ്യാൻ മടിക്കും. കാരണം ഇതെന്തിനാണ് ഇതിന് ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്യും, അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണും. പക്ഷേ ഇത് അഡ്രസ് ചെയ്യപ്പെടണം. ഇത് അഡ്രസ് ചെയ്യപ്പെട്ടാൽ ഇതിനൊരു പൂർണ്ണ തോതിലുള്ള ചികിത്സകൾ അവൈലബിൾ ആണ്. ഇത് ഏത് രീതിയിലാണെങ്കിലും ഇത് ചികിത്സ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണിത്. ഇതിനെ ചിലപ്പോൾ ചിലർക്ക് അത് വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാം, ചിലർക്ക് ചിലപ്പോൾ അത് കുറെ സമയമെടുക്കാം. പക്ഷെ ഇതിനെക്കുറിച്ച് അഡ്രസ് ചെയ്ത് ഇതിനകത്ത് ഉള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ കൗമാരക്കാർക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം കുട്ടികൾക്ക് വരുത്തുകയും ചെയ്താൽ, ഇതിനെക്കുറിച്ചുള്ള കുറെ നമ്മൾ ഈ കാണുന്ന, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായത്, പണ്ട് ഇതിനെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിനേക്കാളും മുന്നേ, അതായത് അതിന് മുന്നേ ഉള്ള കാലത്ത് ഈ ഇന്റർനെറ്റും മറ്റൊക്കെ അവൈലബിൾ അല്ലാത്ത കാലത്ത് ഉള്ളതിനേക്കാളും സംശയങ്ങളും തെറ്റിദ്ധാരണകളുമാണ് ഇന്ന്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലായിട്ട് ഇതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തുന്നില്ല. കറക്റ്റായിട്ട് ഇതെന്താണ്, ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് സെക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ സെക്സോളജി ക്ലിനിക്കുകൾ പലപ്പോഴും കാണുന്നത്. കാരണം അതിന്റെ സെക്സോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ വന്നത് ഈ അടുത്താണ്. അങ്ങനെയൊന്നും നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്രയും കേൾക്കാൻ തുടങ്ങിയത് അതെന്താന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ ആൾക്കാർക്കില്ല. തെറ്റിദ്ധാരണകൾ അവോയ്ഡ് ചെയ്യുക, ഇതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഒരു സെക്സോളജിസ്റ്റിനെയോ ഒരു ആൻഡ്രോളജിസ്റ്റിനെയോ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ തന്നെ കണ്ട് അത് ചികിത്സ തേടാനുള്ള കാര്യങ്ങൾ തേടുക. ഇത് ട്രീറ്റബിൾ ആണ്.
ഒരു സംശയമില്ല, അത് പൂർണ്ണമായി ട്രീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സെക്സും കൂടെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിന് കുറച്ചുകൂടെ ഒരു അർത്ഥപൂർണ്ണമാകും. അത് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണിത്. ഒരു കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും ഇതിന് അവൈലബിൾ ആണ് എന്നുള്ളത് പൂർണ്ണ തോതിൽ മനസ്സിലാക്കുക. ഈ ഒരു വളരെ ചെറിയൊരു പരിമിതമായ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോ സാറിന്റെ ഈ ഒരു ഇത്രയും തിരക്കിനിടയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.